യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ യഹോവ യാക്കോബിന് കൊടുത്ത പ്രധാനപ്പെട്ട 5 വാഗ്ദത്തങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതിലൊന്ന്, നിന്നെ രക്ഷിപ്പാൻ ദൈവം എന്നും കൂടെയുണ്ട്. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും. എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയില്ല. ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല താനും എന്ന് യിരെമ്യാവ് 30:11 നാം വായിക്കുന്നു. മനുഷ്യരോട് ദൈവത്തിന് അളവറ്റ സ്നേഹമാണ് ഉള്ളത്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ കന്യകയെ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. യിരെമ്യാവ് 31:3-4 വചനങ്ങൾ. ദൈവം കൂടെയിരുന്ന് അനുഗ്രഹിക്കുന്നു. യാക്കോബിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. പുരാതന ദൈവം നമ്മുടെ സങ്കേതമാണ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മേൽ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43:1-2 വചനങ്ങൾ നാം വായിക്കുന്നു. 2, നിന്റെ ഗ്രഹത്തോടും നിവാസത്തോടും കരുണ കാണിക്കും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവന്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. നഗരം അതിന്റെ കൽക്കുന്നിന്മേൽ പണിയപ്പെടും, അരമനയും യഥാസ്ഥാനപ്പെടും എന്ന് യിരെമ്യാവ് 30:18 നാം വായിക്കുന്നു. ഇപ്പോൾ പ്രവാസത്തിലാണ്, ഒറ്റപ്പെട്ട അവസ്ഥയാണ്. എന്നാൽ നിന്റെ ഇന്നത്തെ അവസ്ഥ മാറ്റുന്നത് യഹോവയാണ്. നിന്റെ തലമുറയെ സംരക്ഷിക്കുന്നതും യഹോവയാണ്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. യെശയ്യാവ് 54:10 വചനം. യഹോവ തലമുറ തലമുറയായി കരുണ കാണിക്കുന്ന ദൈവമാണ്. 3, ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും. എങ്കിലും ഞാൻ നിന്നെ മുടിച്ചു കളയുകയില്ല. ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല താനും എന്ന് യിരെമ്യാവ് 30:11 നാം വായിക്കുന്നു. എല്ലാ ശിക്ഷകളിലും ഒരു രക്ഷ ഒളിഞ്ഞു കിടപ്പുണ്ട്. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ. അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. മേഘം അവന്റെ കാൽക്കീഴിലെ പൊടിയാകുന്നു. നഹൂം 1:3 വചനം. 4, ഞാൻ നിന്റെ മുറിവുകളെ സൗഖ്യമാക്കും. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് 30:17 വചനം. ലോകത്തിൽ പലരിൽ നിന്നും മുറിവുകൾ അനുഭവിക്കേണ്ടി വരാം. മുറിവുകൾ ശരിയായ വൈദ്യനാൽ ചികിത്സിക്കണം. ചികിത്സിച്ചില്ലെങ്കിൽ ചീഞ്ഞു നാറും. യേശുനാഥനാകുന്ന വൈദ്യൻ എല്ലാത്തരം മുറിവുകളെയും സൗഖ്യമാക്കുന്നു. 5, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും. നീ എന്നോടുകൂടെ ചേർന്ന് നിൽക്കും.
ഞാൻ അവനെ അടുപ്പിക്കും. അവൻ എന്നോട് അടുക്കും. അല്ലാതെ എന്നോട് അടുപ്പാൻ ധൈര്യപ്പെടുന്നവൻ ആർ എന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. യിരെമ്യാവ് 30:21-22 വചനങ്ങൾ. കുഴഞ്ഞ ചേറ്റിലാണ് കിടപ്പെങ്കിലും യേശു വലങ്കൈ നീട്ടി നമ്മെ സഹായിക്കും. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ടു. യഹോവയിൽ ആശ്രയിക്കും. 40 സങ്കീർത്തനം 2-3 വചനങ്ങൾ. ദൈവം നമ്മെ അടുപ്പിക്കുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. തമ്പുരാന്റെ കൃപയിൽ നിന്നും മാറിപ്പോകുന്നതാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും ദൈവം ഇന്ന് നമുക്ക് നൽകുന്നു. അതിനാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അപ്പോൾ ദൈവം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. വായിൽ ഒരു പുതിയ ഗീതം നൽകും. ഒരു പുതിയ ജീവനും നമുക്ക് അതിലൂടെ പ്രാപിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.